അപ്പോൾ സ്വാഭാവികമായും ഈ മുമ്പ് അവിടെ വീട്ടു ജോലിക്ക് നിന്നിരുന്ന ആൾക്കാരെ സംബന്ധിച്ചും ഒക്കെ സംശയങ്ങൾ രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ കെ അനിൽകുമാർ നമ്മോടൊപ്പം ചേരുന്നു ഈ ഘട്ടത്തിൽ. ശ്രീ അനിൽകുമാർ, ഈ വിജയകുമാർ എന്നത് ഒരു പ്രമുഖ വ്യവസായിയാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുകയാണ്. എന്തൊക്കെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന സൂചനകൾ? നഗര നടുവിൽ ഒരു ഇന്ദ്രപ്രസ്ഥം എന്ന ഒരു പഴയ ഓഡിറ്റോറിയവും അതുപോലെ തന്നെ ഹോട്ടലും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യവസായി വ്യാപാരി ആയിട്ടാണ് വിദേശത്ത് പോയി നാട്ടിൽ വന്ന് ഈ സ്ഥാപനം വിലയ്ക്ക് വാങ്ങി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഇടത്തരം കുടുംബമാണ് ഇവര്. CIT ഓഫീസിനോട് ചേർന്ന് തൊട്ടടുത്ത് 4ാമത്തെ കെട്ടിടമാണ് ഈ ഇന്ദ്രപ്രസ്ഥ ഓഡിറ്റോറിയം. ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരു കുടുംബമാണ്. അദ്ദേഹം വളരെ നല്ല നിലയ്ക്ക് ഇടപെട്ടിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ചെറിയ ബിസിനസ്സുകളൊക്കെ ഉണ്ടെന്നുള്ളതല്ലാതെ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലുമായിട്ട് തർക്കമെന്നുള്ളതായിട്ട് നമ്മുടെ മുമ്പിൽ വസ്തുതകളില്ലായിരുന്നു. ഇപ്പോൾ കേൾക്കുന്നതനുസരിച്ച് അവിടെ ജോലി ചെയ്യുന്ന ആളുകളുമായിട്ട് ചില സാമ്പത്തിക പ്രശ്നങ്ങൾ അദ്ദേഹത്തിന്റെ പണം അപഹരിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നുവെന്നും ഒക്കെയുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും പോലീസ് എല്ലാ ഭാഗവും പരിശോധിക്കുകയാണ്. 2 മുറികളിലായിട്ടാണ് മൃതദേഹം കിടന്നിരുന്നത്. അതിൽ ഭർത്താവ് ആണ് രാജേന്ദ്രൻ നായരെയാണ് ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തി നിലയിൽ കണ്ടെത്തിയത്. ഭാര്യയും തൊട്ടപ്പുറേ അവരുടെ മുറിയിലാണ് മരിച്ച നിലയിൽ കണ്ടതായിട്ടാണ് ഇപ്പോൾ വിവരം ലഭ്യമായിട്ടുള്ളത്. പോലീസ് എല്ലാ തരത്തിലുള്ള പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൊലപാതക പിന്നിലേക്ക് എത്താൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഫലപ്രദമായ അന്വേഷണങ്ങളും തെളിവുകളും ശേഖരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഇവിടെയുണ്ട്. ഇൻക്വസ്റ്റിലേക്ക് കടക്കാൻ വേണ്ടി എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആയിട്ടുള്ള തകർത്തുകാരെ ഇവിടെ എത്തിയിട്ടുണ്ട്. അതിലേക്ക് കടക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, കെ അനിൽകുമാർ.